നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിൽ എന്ന ഒരു പ്രവാസി സംഘടന ഇന്ത്യയുടെ ശത്രു രാജ്യമെന്ന് തന്നെ ഇപ്പോൾ കരുതാൻ കഴിയുന്ന അസർബൈജാൻ എന്ന രാജ്യത്ത് ഒരു സമ്മേളനം, അവരുടെ ഒരു വാർഷിക സമ്മേളനം നടത്താൻ പോകുന്നതായും അതിലേക്ക് പ്രതിനിധികളെ അടക്കം ക്ഷണിച്ചുകൊണ്ടുള്ള കത്തും അതുപോലെ തന്നെ പരസ്യവുമെല്ലാം നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. അതായത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അസർബൈജാനിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് തീർത്തും ദേശവിരുദ്ധമാണ്. കാരണം അസർബൈജാനും പാകിസ്ഥാനും തമ്മിൽ സൈനികമായി പോലും സഹകരിക്കുന്ന സഖ്യകക്ഷികളാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഈ സഖ്യകക്ഷികൾ ഒരുമിച്ചൊരുപോലെ പ്രവർത്തിച്ചവരാണ്. പാകിസ്ഥാന് ഏതറ്റം വരെയുമുള്ള സഹായം നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്ത രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അതുപോലെ തന്നെ അസർബൈജാനും. ചൈനയും തുർക്കിയും അസർബൈജാനുമെല്ലാം പാകിസ്ഥാൻ്റെ മനസ്സിനോടൊപ്പം നിന്ന രാജ്യങ്ങളാണ്. ചൈന പോലും അത്ര കണ്ട് പാകിസ്ഥാനെ സഹായിച്ചില്ല. പക്ഷേ ഈ തുർക്കിയും അസർബൈജാനും പാകിസ്ഥാന് എന്ത് സഹായവും നൽകാം എന്ന രീതിയിൽ നിലപാടെടുത്ത് നിലയുറപ്പിച്ചിരുന്ന രാജ്യമാണ്. മാത്രമല്ല, ഈ രാജ്യങ്ങൾ തമ്മിൽ ചരിത്രപരമായി തന്നെ വളരെ ദീർഘകാലത്തെ അടുത്ത ബന്ധമുണ്ട്. സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വതന്ത്രമായ ഒരു രാജ്യമാണ് അസർബൈജാൻ. ഏതാണ്ട് 90കളിൽ ഈ രാജ്യം അങ്ങനെ സ്വതന്ത്രമാകുമ്പോൾ ആ രാജ്യത്തെ ഒരു രാഷ്ട്രമായി, ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രണ്ടാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. അതായത് ആദ്യത്തെ രാജ്യം തുർക്കിയായിരുന്നു. മാത്രമല്ല, അതിനുശേഷം ഈ മൂന്ന് രാജ്യങ്ങളും വളരെ അടുത്ത നിലപാട് സ്വീകരിക്കുന്നു. ഈ മൂന്ന് രാജ്യങ്ങളും പരസ്പര സഹകരണം, സൈനിക സഹകരണം പോലും നടത്തുന്നു. പാകിസ്ഥാനിൽ നിന്നും മിസൈലുകളടക്കം വാങ്ങുന്നതിനെക്കുറിച്ച് ഇപ്പോൾ അസർബൈജാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അസർബൈജാൻ $2 ബില്യൺ സഹായമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് നൽകിയത്. അതായത് IMF പോലും നൽകിയത് ഏതാണ്ട് $2 ബില്യൺ സഹായമാണ്. ഏതാണ്ട് തത്തുല്യമായ അതേ സഹായം അസർബൈജാൻ എന്ന ഒരൊറ്റ രാജ്യം പാകിസ്ഥാന് ആ സമയത്ത് നൽകിയിരിക്കുന്നു. ഈ തുകയെല്ലാം പോകുന്നത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ സംഘടനകൾക്കാണ് എന്നത് നമ്മൾ കാണണം. അങ്ങനെയുള്ള ഒരു രാജ്യം, അതായത് അസർബൈജാനും പാകിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത പൊക്കിൾക്കൊടി ബന്ധമുള്ള രാജ്യമാണ്. ഈ സമയത്ത് പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അസർബൈജാൻ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്നതിന് സമാനമാണ്. അസർബൈജാനിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് സമമാണ്. മാത്രമല്ല, അസർബൈജാനിൽ കൊണ്ടുപോയി ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കുന്നു. ഈ സാഹചര്യത്തിൽ, അതായത് ഈ വരുന്ന ജൂൺ മാസം 27-നും 28-നുമൊക്കെയാണ് ആ പരിപാടി നടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അവിടെ അസർബൈജാനിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അങ്ങേയറ്റത്തെ ദേശദ്രോഹപരമായ പ്രവർത്തനമാണ്. തീർച്ചയായും ഇത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷാവസ്ഥയൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നതിന് മുമ്പ് ഈ അസർബൈജാനിൽ നടക്കേണ്ട പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അങ്ങനെ നിരവധി പരിപാടികൾ, ആയിരക്കണക്കിന് ടൂർ ഓപ്പറേറ്റർമാർ അവിടേക്ക് തങ്ങളുടെ ടൂർ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ തോളോട് തോൾ ചേർന്ന് അസർബൈജാൻ എന്ന രാജ്യം നിലനിന്നതോടുകൂടി തുർക്കിയെയും അസർബൈജാനെയും ഒക്കെ തിരസ്കരിക്കാനും ബഹിഷ്കരിക്കാനും ഇന്ത്യ തീരുമാനിച്ചതോടുകൂടി അവരെല്ലാം തന്നെ അവർക്ക് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം അടക്കം സഹിച്ചുകൊണ്ടാണ് അവിടത്തേക്കുള്ള പരിപാടികൾ റദ്ദാക്കിയത്, ടൂർ പാക്കേജുകൾ റദ്ദാക്കിയത്. നിരവധി ആളുകളാണ് ടിക്കറ്റുകൾ അടക്കം റദ്ദാക്കിയത് നഷ്ടം സഹിച്ചുകൊണ്ട്. അങ്ങനെ ഒരു സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ തന്നെ ഈ പരിപാടി അവിടെ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും സംഘടിപ്പിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കും എന്ന് ഉറച്ച നിലപാടിലാണ് വേൾഡ് മലയാളി കൗൺസിൽ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികളായ ജോണി കുരുവിളയും ബേബി മാത്യു സോമതീരവും അടക്കമുള്ള ഭാരവാഹികൾ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വാർത്താ സമ്മേളനം നടത്തി ഈ അസർബൈജാനിലെ ബാക്കുവിൽ തന്നെ ഈ സമ്മേളനം സംഘടിപ്പിക്കും എന്നാണ് ഇപ്പോൾ ഉറപ്പിച്ചു തന്നെ പറഞ്ഞിരിക്കുന്നത്. സെമിനാറുകളും ബിസിനസ് മീറ്റിങ്ങുകളും വർക്ക്ഷോപ്പുകളും വനിതാ സമ്മേളനവും യുവജന സംഗമവും അടക്കം അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു ടൂർ പാക്കേജ് പോലെ തന്നെയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 500-ലധികം പ്രതിനിധികൾക്ക് ഈ ബാക്കു നഗരം ചുറ്റിക്കറങ്ങി കാണാനുള്ള ഗൈഡുകളടക്കമുള്ള സംവിധാനങ്ങൾ ഈ സംഘടന ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതായത് ബാക്കുവിൽ ഒരു മിനി ടൂറിസം പാക്കേജ് സംഘടിപ്പിക്കുകയാണ് ഈ 30ാം വാർഷിക സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന വേൾഡ് മലയാളി കൗൺസിൽ. ഇങ്ങനെ ഒരു സമ്മേളനം ഈ സമയത്ത് അസർബൈജാൻ
അസർബൈജാനിൽ സംഘടിപ്പിക്കുന്നതിനെതിരെ സംഘടനയ്ക്കകത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങളുണ്ട്. മാത്രമല്ല, ഈ അടുത്ത കാലത്തായി ഈ സംഘടനയിൽ നിന്നും ഏതാനും ആളുകൾ തെറ്റിപ്പിരിയുകയും അവരാണ് വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുകയും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സംഘം പോലും ഇപ്പോൾ ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ നടപടിയെ അങ്ങേയറ്റം ദേശവിരുദ്ധമായ നടപടി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഇപ്പോഴും വലിയ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും അസർബൈജാനിലേക്കുള്ള മറ്റ് നിരവധി പരിപാടികൾ മാറ്റിവെച്ചിട്ടും വേൾഡ് മലയാളി കൗൺസിൽ മാത്രം അവരുടെ പ്രഖ്യാപിത പരിപാടിയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അതിന് കൃത്യമായ അജണ്ടയുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ശത്രു രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് പഹൽഗാമിലുണ്ടായ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം, ആ ഭീകരാക്രമണത്തിൽ മരിച്ചത് ഒരു മലയാളി കൂടിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മലയാളി സംഘടന തന്നെ ഇത്തരത്തിൽ അവർക്ക് ധാർമ്മികമായ പിന്തുണ നൽകുന്ന തരത്തിൽ, അതായത് ഇന്ത്യൻ സർക്കാർ നമ്മളെ ബഹിഷ്കരിക്കുന്നു, പക്ഷേ ഇന്ത്യക്കാർ നമ്മളെ ബഹിഷ്കരിക്കാൻ തയ്യാറാകുന്നില്ല, ഇതാ അവരുടെ വാർഷിക പരിപാടി ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് നടത്തുന്നു എന്ന് നാളെ ആ രാജ്യത്തിന് പറയാൻ സാധിക്കത്തക്ക തരത്തിൽ ആ രാജ്യത്തിന് പാകിസ്ഥാനും അസർബൈജാനും തുർക്കിക്കുമെല്ലാം ധാർമ്മിക പിന്തുണ കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വേൾഡ് മലയാളി കൗൺസിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശത്രു രാജ്യത്തിന് ധാർമ്മിക പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണ്. മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുത്ത സംഘടനയായി ഈ സംഘടന നാളെ വാഴ്ത്തപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 1995 വളരെ ഉന്നതരായ അല്ലെങ്കിൽ വളരെ വിശാല മനസ്കൃതരായ പല പ്രവാസികളും ചേർന്ന് തുടങ്ങിയ ഒരു സംഘടനയാണ്. 30 കൊല്ലത്തെ പാരമ്പര്യം അവർക്കുണ്ട്. പക്ഷേ ഇന്നത്തെ നേതൃത്വം ഈ സംഘടനയെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം ഉയരുകയാണ്. തീർച്ചയായും ഇത്രയധികം പാരമ്പര്യമുള്ള സംഘടന നേരത്തെ പറഞ്ഞതുപോലെ ജന്മനാടിനെ ഒറ്റിക്കൊടുത്ത സംഘടനയായി മാറുകയാണ് ഈ പരിപാടി നടക്കുന്നതിലൂടെ. ഈ പരിപാടിയുടെ മേലുണ്ടായ വിവാദം, അതായത് അസർബൈജാനിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ സംഘടനയ്ക്കകത്ത് നിന്ന് തന്നെ ഉണ്ടായ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് ഈ പരിപാടി അവിടെ നിന്ന് മാറ്റും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ സംഘടനയുടെ ഇപ്പോഴത്തെ നേതൃത്വം ആ പരിപാടി അവിടെ നിന്ന് മാറ്റില്ല എന്ന് പ്രത്യേക അജണ്ടയോടുകൂടി തന്നെ തീരുമാനിച്ച് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് എങ്കിൽ വേൾഡ് മലയാളി കൗൺസിലും ലഷ്കർ ഇ ത്വയ്ബയും ഹിസ്ബുൾ മുജാഹിദിനും ജെയ്ഷെ മുഹമ്മദും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എല്ലാവരും ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘടനകൾ തന്നെയല്ലേ? വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.